സമയം 11:14. ഇപ്പോഴാണ് വണ്ടിയിൽ ലോഡിങ് തുടങ്ങിയത്. ഒരുപാട് സമയം ലേറ്റായി പോയി. കാരണം എന്താണ് ഇവർ വേറെന്തോ സാധനം ആർക്കുള്ളത് കട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ലേറ്റായി പോയി കുറച്ച്. അപ്പോൾ എന്തായാലും സാധനം ഇപ്പോൾ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും കയറ്റുന്ന ചെറിയൊരു വീഡിയോ കാണാം. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പനി, ജലദോഷം, ചുമയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. തൊണ്ടവേദനയുണ്ട്. എനിക്ക് കർണാടകയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഒന്നുകൾ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ലോഡ് കയറ്റാൻ തുടങ്ങി. നമുക്ക് ആ ലോഡ് കയറ്റുന്നതും അത് സംബന്ധമായിട്ടുള്ള ജസ്റ്റ് വീഡിയോ ഒക്കെ കാണാം. ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. 4x2 ആണ് ആദ്യം കയറ്റുന്നത്. ബോഡിയുമേ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതാണ് അവനിങ്ങനെ നോക്കുന്നത്. കണ്ടാ ബോഡീൻ്റെ അടിയിലേ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത സെക്ഷൻ എടുക്കാനുള്ളത് വേറെ ഫാക്ടറിനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കും പോകണം. പണിക്കാർക്കൊന്നും യാതൊരു തലയും നാലില്ലല്ലോ യാസ്ക. എന്തൊരു ടീമാ അവര്. അതെ ഞങ്ങളത് അടുത്ത ഫാക്ടറിയിലേക്ക് വന്നതാണ്. 4:02 ഫുള്ളായിട്ട് കയറ്റി കഴിഞ്ഞ് ഇനി 3ക്ക് 1:30 കൂടി കയറ്റാനുണ്ട്. അപ്പൊ അത് കയറ്റാൻ വേണ്ടിട്ട് വന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് ചുമയും ജലദോഷമൊക്കെ തുടങ്ങിയിരിക്കണേ. ഇതിപ്പോൾ അതുമായി. അപ്പം എന്തായാലും ഇതാ ഫാക്ടറിയിലേക്ക് വന്നതാണ്. അതാണ് അടുത്ത ഫാക്ടറി. അപ്പോൾ അവിടെ സാധനം നമുക്ക് ഇനി റെഡിയാക്കാനുണ്ട്. റെഡിയാക്കി നമുക്ക് വണ്ടിയിലേക്ക് കയറണം. അപ്പോൾ അടുത്ത ലോഡ് എടുക്കാനുള്ള ഫാക്ടറി ഇതാണ് കേട്ടോ. നമ്മൾ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി. നമ്മൾ നേരത്തെ പോയത് കുറച്ച് അപ്പുറത്ത് അവിടെ ഉള്ളൊരു ഫാക്ടറിയിലാണോ. അവിടെ നമ്മൾ താഴേക്ക് വന്നപ്പോൾ അത് അവിടെയാണ് അടുത്ത കല്ലെടുക്കാനുള്ളത്. ഏകദേശം 4 മണിക്കൂറായിട്ട് പോസ്റ്റ് തന്നെയാണ്. പോസ്റ്റ് എന്ന് വെച്ചാൽ അമ്മാരി പോസ്റ്റ്. അമ്മാർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കലുണ്ടെങ്കിൽ കുറേ സമയമായി ഇതുവരെ വന്നിട്ടില്ല. ലോഡ് എടുക്കാനാണെങ്കിൽ ഇവന്മാർ വന്നത് കയറ്റി തരാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് പോകാനും കഴിയില്ല. ഏകദേശം ഇനി ഒരു 190 പീസ് കൂടി നമുക്ക് കയറ്റാനുള്ളൂ. അത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 4 മണിക്കൂറായിട്ട് ഇരിക്കണത്. എന്താ ചെയ്യലേ, രക്ഷയില്ല. എന്നാണ് ഭാഷ പറയാൻ അറിയില്ല. അവർ ഹിന്ദി, തെലുങ്ക്, ഉറുദു ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് പറയണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ പെട്ട്. പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു നോക്കി. ഒരു രക്ഷയില്ല. ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യമായി. നല്ല പൊരി വെയിലും വേണ്ട. സൂര്യനിങ്ങനെ ഉച്ചയ്ക്ക് അടിക്കുന്ന സൂര്യനാണ്. അപ്പം ഞാൻ കയറ്റി കഴിയാണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനാവില്ല. ഇപ്പോൾ 3ാമത്തെ ഫാക്ടറി കേട്ടോ വന്നിട്ടുണ്ട്. 3ാമത്തെ ഫാക്ടറിയാണ്. അവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കൊണ്ടു കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിക്കാൻ പോയതാന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കാണുന്നില്ല. ഏകദേശം ഒരു 2 മണിക്കൂറായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് കഴിച്ച് കുറേ നേരമായിട്ട് പോസ്റ്റ് തന്നെ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഭാഗമാണ് ഇപ്പോൾ കയറ്റാനുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതുണ്ട ഈ കാണുന്ന കുറച്ച് കല്ലാണ് നമുക്ക് കയറ്റാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന കുറച്ച് കല്ലും ഒരു 190 പീസ്. ഇതൊക്കെ കൂടി ഒരു 190 പീസാണ് നമുക്ക് കയറ്റാനുള്ളത്. ഇപ്പോൾ ഇവന്മാരൊന്നും വന്നാലുള്ളപ്പോൾ ഇത് കയറ്റാൻ പറ്റുള്ളൂ. നമ്മളാകെ കുടുങ്ങി. എന്താ അറിയോ, ഇവിടുത്തെ ചൂടും സഹിക്കാൻ വയ്യ. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ട്. അവരോട് ഞാൻ കുറേ നേരമായി പറയുന്നു ഒന്ന് വന്ന് കയറ്റിക്കൊണ്ടാ ഞങ്ങൾ പോട്ടെ. എന്നാൽ ഇന്ന് കണ്ണൂർക്കാണ് ഈ ലോഡ് പോകാനുള്ളത്. കണ്ണൂർ കേളകത്തേക്കാണ് ഈ ലോഡ് പോകാനുള്ളത്. നമ്മളന്ന് ചെയ്തതിൻ്റെ ബാലൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്.
ഇതിങ്ങനെ പോസ്റ്റാക്കി കെട്ടിയിടാന്നല്ലാണ്ട് ഒരു കാര്യം നടക്കുന്നില്ല. ഒരുപാട് സമയം, ഏകദേശം ഞങ്ങളൊരു 2 മണിയായപ്പോൾ ഇവിടെ വന്നതാ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം, 5:45 സമയം. 5:45 ഇതേ ഇരുത്തം തന്നെ ഇവിടെ ഇരിക്കുന്നത്, ഒരു മാറ്റമില്ല. എന്ത് ചെയ്യാനാ? അമ്മമാരോട് പറയുമ്പോൾ അമ്മമാർ ഇപ്പോൾ വരാമെന്ന് പറയല്ലാണ്ട് ഒരു മാറ്റം കാണുന്നത്. ഇത് കുറച്ചുണ്ടോ, കുറച്ചുകൂടിയും മറ്റേക്കാളൊക്കെ കുറച്ചുകൂടി വലിയ ഫാക്ടറിയാണിത്. സൂര്യൻ കണ്ടോ, സൂര്യൻ നല്ല വെയിൽ, നല്ല ഉച്ചക്കടിക്കുന്ന വെയിലാണ് തരുന്നത്. ഒരു വീടിൻ്റെ വർക്കൊക്കെ ചെയ്യാനുള്ള സാധനം ഇവിടുന്ന് വേസ്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകട്ടോ. അത്രയും സാധനം ഇവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ ഫാക്ടറിയിലും കൂടി ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. കാരണം ഇതൊക്കെ കണ്ടോ, ഒക്കെ വേസ്റ്റാണ്. ഈ കാണുന്ന പീസുകളൊക്കെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടൊരു വീട് ഫുള്ളായിട്ട് വിരിക്കാം. അത്രയും സാധനം ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഇനി ഒന്ന് കോബിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി കട്ട് ചെയ്ത് വിടും. അതുതന്നെയാണ് ഇവരെ പരിപാടി. ഒന്നാമത് എന്താ പറയുക, അവന്മാർ ഫുള്ള് ഉഴപ്പാണ്, ഭയങ്കര ഉഴപ്പാണ്. ഒന്നും കറക്റ്റായിട്ട് ടാലിയായിട്ട് ചെയ്യൂല, ഭയങ്കര തമാശ കളിയാണ്. എന്തായാലും ഇപ്പോൾ ഇവരിത് വന്ന് കയറ്റാണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാൻ കഴിയൂലല്ലോ. വണ്ടിയാണെങ്കിൽ കുറേ നേരമായിട്ട് നിർത്തിയിട്ട് ഒരുപാട് സമയമായി. ഈ ഒരു സാധനം ഒരു 1.5 സാധനം തന്നെ കേട്ടോ. ഇതിലാണ് ഈ ഇത്രയും വെയിറ്റുള്ള കല്ല് കൊണ്ടുപോയി അതിലേക്ക് കൊണ്ടുപോയി വെച്ച് ഹാൾട്ട് ചെയ്യുന്നത്. ഈ ഒരു മെഷീനിലാണ് കൊണ്ടുപോയി വെക്കുന്നത്. ഇതെങ്ങനെ അവന്മാരിത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. അവന്മാർ ടൈറ്റ് വർക്കാണ് ചെയ്യുന്നത് അറിയോ. ഓ, സമ്മതിക്കണം. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വിരിക്കാനാണ് ഇടങ്ങാറെന്ന് വിചാരിച്ചത്. പക്ഷേ അതിനേക്കാളും വലിയ പണിയാണ് ഈ സാധനം കട്ട് ചെയ്യൽ. കാരണം അത്രയും വലിയ കല്ലാണ് കണ്ട, ആ കാണുന്നുണ്ട് അവിടെ. അത്രയും വലിയ കല്ലാണ് ഇവർ കൊണ്ടുവന്നിട്ട് ഈ കട്ട് ചെയ്ത് റെഡിയാക്കുന്നത്. നല്ല രീതിയിൽ ഈ സാധനം ഇതാണ് ഈ കട്ട് ചെയ്തിട്ട് ഈ കോലത്തിലാക്കി എടുക്കുന്നത്. കോബിൾസൊക്കെ ഇഷ്ടം പോലെ കോബിൾസാട്ടോ കൂട്ടിയെടുക്കുക. അതെന്തായാലും ഒരു 20,000 കോബിൾസിൻ്റെ മേലെ ഉണ്ടാവും. കുന്നുപോലെ കൂട്ടിയെടുക്കുക. ഒരു 2000 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാം കോബിൾസൊക്കെ. പിന്നെ വൈറ്റ് ആണ് എന്നുള്ള പ്രശ്നമുള്ളൂ. ഫേസ് മാത്രമേ ലെവലുണ്ടാവുള്ളൂ കേട്ടോ. ഫേസ് മാത്രമേ ലെവലുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പോക്കെയായിരിക്കും. ഇതൊക്കെ വേസ്റ്റ് പീസ് എടുത്ത് കട്ട് ചെയ്യുന്നവർ. ഇവിടെ മനുഷ്യന്മാരെ കൂടുതൽ ഉള്ള ഐറ്റംസ് ആണ് കേട്ടത്. മനുഷ്യന്മാരെക്കാളും കൂടുതൽ വരാനുള്ളത്. ചായപ്പീടിയെ പോയാൽ അവിടെ, ഹോട്ടലിൽ പോയാൽ അവിടെ, എവിടെ നോക്കിയാലും വരണ്ടേ. എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ? ഇത് കയറ്റാണ്ട് ഇവിടുന്ന് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതുണ്ടോ, വണ്ടി ഇങ്ങനെ റോഡിന് നടുക്കിൽ നിർത്തിക്കുക, അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല എന്നുള്ള അവസ്ഥയിൽ. ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല സ്കൈ ആണ് കേട്ടോ. ചെക്കന്മാരിപ്പോഴാണ് ചായ കുടിച്ച് വന്നേ. അപ്പോൾ ഇനി വേഗം ആവും കേട്ടോ. ഇനി ചടപടിയെന്ന് പറയുമ്പോഴത്തേക്ക് ആയിക്കോളും. ഇത്രയും നേരം പോസ്റ്റ് തരും. മെയിൻ ആള് ചില്ലറക്കാരല്ല, യൂട്യൂബ് വ്ളോഗ്. വ്ളോഗറാണ്. തമാശല്ല. ചെക്കനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചോട്ടോ. ചെക്കനെ കൊണ്ട് സബ്സ്ക്രൈബ്. അപ്പോൾ അതാ ലോഡ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതായിട്ട് വേണം ഞങ്ങൾക്ക് ഇനി പോവാൻ. ഇനി ഒരുപാട് സാധനം കയറ്റാനുണ്ട്, കണ്ടമാനം. ബേക്ക് വരെ നമുക്ക് സാധനം കയറണം. 25 ടണ്ണാവണം. ഏകദേശം ഒരു 20 ടണ്ണേ ആയിട്ടുള്ളൂ. ഇനി ഒരു 5 ടണ്ണോളം സാധനം കയറാനുണ്ട്. ഏകദേശം ഒരു 100 പീസോളം ഇനിയും കയറണം, എന്നാലാണ് സെറ്റ് ആവുള്ളൂ. അമ്മമാർ തമാശ കളിച്ച് ആക്കിയതാണ് ഇത്ര നേരം. അല്ലെങ്കിൽ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ ചെയ്യല്ലേ, പെട്ടൊരു പെടലേ. ഉള്ള ഇടക്കുന്നും തലക്കുന്നും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. സാധനം നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഒരുപാട് സാധനം കയറി വണ്ടിയിൽ.
സ്ക്വയർ ഫീറ്റ് എങ്ങനെ നോക്കിയിട്ടും ആവുന്നില്ല. അപ്പോൾ പിന്നെ അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ളതൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ സെയിം അളവ് തന്നെയാണ്, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂടുതലുണ്ടാവും. ഫുൾ മെഷർമെൻ്റ് എന്നാ പറയുക. ഇത് 18 മറ്റേത് 17 ഉണ്ടാവുക. അപ്പോൾ അത് കാരണമാണ് ഇവരിങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. ഫുള്ളായിട്ട് തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവർ. എന്നിട്ടാണ് ഓരോന്നോരോന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മളും കുടുങ്ങി. ഇപ്പോൾ ഇന്ന് രാത്രി നമ്മളിപ്പോൾ കാട് കിടക്കേണ്ടതായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഇനി കിടക്കാൻ പറ്റില്ല, നമ്മളും ലോക്കായി. ഇവരെ കാര്യം അതും പ്രശ്നമായി. ഇപ്പം എന്തായാലും കയറ്റി കഴിഞ്ഞ് ഞങ്ങളിന്ന് നേരെ ഡ്രൈവ് ചെയ്യായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഉറങ്ങുകയാണോ എന്നറിയില്ല. പകലെന്തായാലും ഡ്രൈവ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാത്രി തന്നെ മിക്കവാറും ഡ്രൈവ് ചെയ്ത് അടത്തിയിട്ട് ആൾട്ട് ചെയ്തിട്ട് കിടക്കാനുള്ള പരിപാടിയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഞങ്ങൾക്ക് കേളകത്തേക്കാണ് പോകേണ്ടത്, കണ്ണൂരിലേക്കാണ് പോകേണ്ടത്. കണ്ണൂർ പോയിട്ട് അവിടെ സാധനം ഇറക്കിയിട്ട് പുൽപ്പള്ളിക്ക് പോകണം. 2 ലോഡുണ്ട്, 2 സ്ഥലത്തേക്കുള്ള ലോഡാണ് രണ്ടും. നിയാസ്ക ഉറക്കം വരുന്നുണ്ട്. ഭ്രാന്ത് പിടിച്ചിട്ട് താലേക്ക് വെയ്യൽ തുടങ്ങിയാണ് പാവം. എല്ലാ ഫീൽഡിലും കാട്ടുകള്ളന്മാരുണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതിലൊരു കാട്ടുകള്ളാണ് ആയിരിക്കണം കേട്ടോ. ഒരു പണി എടുക്കില്ല, എങ്ങനെ തിരിഞ്ഞ് നടക്കന്നെ. ನೋಡ್ಬೇಕಾ ಅನ್ನಂತ അങ്ങനെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഏകദേശം ഇവരുടെ ഫാക്ടറിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ നമുക്ക് പോകാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ കേളകത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ കേളകത്തേക്ക് പോവാം. അതിനുശേഷം അവിടെ ഹാൾട്ടിങ്, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോണ വഴിക്ക് ഭക്ഷണം കഴിച്ച് ഒറ്റ പോക്ക്. അപ്പോൾ എന്തായാലും നല്ല ക്ഷീണം പിടിച്ചുപോയി. ഒരുപാട് സമയം പോയില്ല ഇന്ന്. 9:30 മണിയായി. ഒന്നും പ്രതീക്ഷിച്ചില്ല, കാരണം ഇത്ര സമയമാണ് നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. രാവിലെ 9:30 തുടങ്ങിയതാണ്. രാവിലെ 9:30 മണിക്ക് ലോഡ് കയറ്റാൻ തുടങ്ങിയാണ്. എന്നിട്ടിപ്പോൾ തീർന്നത് രാത്രി 9:30 മണിക്ക്. ഇതാണ് അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടത്. പക്ഷെ ചില ദിവസങ്ങളിൽ വേണമെങ്കിലും വേഗം ആവും ചെയ്യും. ഇന്നെന്താ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് സാധനം എടുത്തത്. കാരണം ഇവിടെ കുറച്ച് ടൈറ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. അസ്സലാമു അലൈക്കും.